തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ ക്ഷേത്രത്തിൽ മോഷ്ടിക്കാൻ കയറിയ കള്ളൻ ഉറങ്ങിപ്പോയി. തിടപ്പള്ളിയിൽ ഉറങ്ങിക്കിടന്ന കള്ളനെ നാട്ടുകാർ പിടികൂടി. കോവിലൂർ ശ്രീ കഴുകുവാൽവട്ട ക്ഷേത്രത്തിലാണ് മോഷണശ്രമം നടന്നത്. രാവിലെ ക്ഷേത്രത്തിലെത്തിയ പൂജാരി ശ്രീകോവിൽ തുറക്കാൻ കഴിയാതെ വന്നതോടെ ഭാരവാഹികളെ വിളിച്ചു വരുത്തിയ ശേഷം നടത്തിയ പരിശോധനയിലാണ് കള്ളനെ പിടികൂടിയത്. തമിഴ്നാട് ദിണ്ടിഗൽ സ്വദേശിയായ സെന്തിലാണ് പിടിയിലായത്. ഗോകുൽനാഥുണ്ട് വിശദാംശങ്ങൾ നൽകാൻ. ഗോകുൽ, ഈ തമാശയ്ക്കൊക്കെ പറയും, ഇത്രയും ഗതികെട്ടവൻ വേറെ ഉണ്ടോ എന്നുള്ള ആ രീതിയിലായി ഇപ്പൊ കള്ളന്റെ അവസ്ഥ. എന്തായാലും പിടികൂടി അല്ലേ? തീർച്ചയായും ഏറെ കൗതുകം നിറഞ്ഞൊരു വാർത്തയാണ് തിരുവനന്തപുരം നെയ്യാറ്റിൻകര കോവിലൂർ കഴുകുവാൽവട്ടം ക്ഷേത്രത്തിൽ നിന്ന് വരുന്നതെന്നുള്ളതാണ്. ഇന്ന് രാവിലെയോടുകൂടിയാണ് ക്ഷേത്ര പൂജാരി ക്ഷേത്ര ആവശ്യങ്ങൾക്കായി കാര്യങ്ങൾക്കായി ക്ഷേത്ര നട തുറക്കാനെത്തിയപ്പോൾ ഈ വാതിൽ തുറക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. വാതിലിന്റെ പൂട്ടിന് വലിയ ബലപ്രയോഗത്തിൽ പൊട്ടിയതായിട്ടൊക്കെ ശ്രദ്ധയിൽപ്പെട്ടു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ക്ഷേത്രത്തിന്റെ തിടപ്പള്ളിക്കകത്ത് ഉറങ്ങിക്കിടന്ന കള്ളനെ കണ്ടെത്തുന്നതെന്നുള്ളതാണ്. തുടർന്ന് പൂജാരി തന്നെ നാട്ടുകാരെയും പ്രദേശവാസികളെയും അതേപോലെ തന്നെ ക്ഷേത്ര ഭാരവാഹികളെയും ഒക്കെ വിളിച്ചു വരുത്തുകയായിരുന്നു എന്നുള്ളതാണ്. ഈ ക്ഷേത്രത്തിൽ രാത്രി മാത്രം ദീപാരാധനയും അതേപോലെ തന്നെ മറ്റ് പൂജാ ചടങ്ങുകളും മാത്രം നടക്കുന്ന ഒരു ക്ഷേത്രമാണ്. ഇന്ന് രാവിലെ വിശേഷ ചടങ്ങുകളുണ്ടായിരുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് രാവിലെ ക്ഷേത്ര പൂജാരി എത്തി. തുടർന്ന് നട തുറക്കുന്ന സമയത്ത് ശ്രീകോവിലിന്റെ വാതിലിന് കുറച്ച് ബലക്ഷയം ശ്രദ്ധയിൽപ്പെടുന്നത്, വാതിലിന്റെ ലോക്ക് ജാം ആയിരിക്കുന്ന ഒരു അവസ്ഥയും ശ്രദ്ധയിൽപ്പെട്ടു. തുടർന്ന് ഈ പ്രദേശവാസികളെയൊക്കെ കൂട്ടി ഒരു പരിശോധന നടത്തുന്നതിനിടെയാണ് ഈ ഡിണ്ടിഗൽ സ്വദേശിയായ സെന്തിൽ ഉറങ്ങിക്കിടക്കുന്നത് ശ്രദ്ധയിൽപ്പെടുന്നത്. തുടർന്ന് നെയ്യാറ്റിൻകര പോലീസ് എത്തി പ്രതിയെ പിടികൂടുകയായിരുന്നു എന്നുള്ളതാണ്. തമിഴ്നാട്ടിലും അതേപോലെ തന്നെ കേരളത്തിലും ഈ ആരാധനാലയങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് മോഷണം നടത്തി വരികയാണ് സെന്തിലിന്റെ രീതി. പ്രധാനമായിട്ടും ഈ കാണിക്ക വഞ്ചി അടക്കം കുത്തിപ്പൊളിച്ച് കൊണ്ടുപോകുന്ന ഒരു രീതിയിലൂടെയാണ് പ്രതി പലപ്പോഴും മോഷണം നടത്തുന്നത്. അങ്ങനെയാണ് തിരുവനന്തപുരത്തേക്ക് എത്തുകയും പല ക്ഷേത്രങ്ങൾ നേരത്തെ കണ്ടുവെച്ചുകൊണ്ട് അവിടെ കയറി മോഷണം നടത്തുന്നതുമാണ് പ്രതി രീതി. അങ്ങനെയാണ് ഇപ്പോൾ നിലവിൽ ഈ കഴുകുവാൽവട്ടം ക്ഷേത്രത്തിലേക്ക് എത്തുന്നത്. തുടർന്ന് ഈ ക്ഷേത്രത്തിന്റെ വാതിൽ തുറന്ന് അകത്ത് കയറി അതിനുള്ളിൽ കയറി ശ്രീകോവിൽ പൊളിക്കുവാനുള്ള ശ്രമമാണ് നടത്തിയത്. പക്ഷേ ഇതിനിടയിൽ തിടപ്പള്ളിയിൽ കയറി വിശ്രമിക്കാനുള്ള ഒരു ശ്രമം നടത്തി. ആ സമയത്ത് ഉറങ്ങിപ്പോവുകയായിരുന്നുവെന്ന് പ്രതി പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. എന്തായാലും പ്രതിയെ ഇപ്പോൾ നിലവിൽ കോടതിയിൽ ഹാജരാക്കിയിരിക്കുകയാണ്. തമിഴ്നാട് സ്വദേശിയായി സെന്തിലാണ് പിടിയിലായത്. വിവരങ്ങളാണ് ഗോകുൽനാഥ് നൽകിയത്.